വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മളെ വിഷയം തൃക്കണ്ണൻ പീഡന കേസിൽ അകത്തായി പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് നിങ്ങൾക്കറിയാം. ഇതിൽ നമ്മളെ സബ്ജക്റ്റ് സത്യം പറഞ്ഞാൽ തൃക്കണ്ണനെ പറ്റിയിട്ടൊന്നുമല്ല. സത്യത്തിൽ ഈ സമയത്ത് ആണുങ്ങൾ ഫേസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങളെ പറ്റിയാണ്. ഈ അവസ്ഥയ്ക്ക് കാരണം 50% ലേഡീസും 50% മാധ്യമങ്ങളുമാണ്. ശരിക്കും സത്യത്തിൽ എന്താണ്, ഒരു പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കുകയാണ് ചെയ്തത്. എന്തെങ്കിലും ഒരു ഇഷ്യൂ കേസ് വന്നത് പിരിയണ സമയത്ത് ഇവർ എന്നെ പീഡിപ്പിച്ചു എന്നല്ല പറയേണ്ടത്, വഞ്ചിക്കപ്പെട്ടു എന്നാണ് പറയേണ്ടത്. ഇതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താന്ന് വെച്ചാല്, യഥാർത്ഥത്തിൽ സ്ത്രീധന കേസ് പറഞ്ഞും അല്ലെങ്കിൽ പല കേസ് പറഞ്ഞും പീഡിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന പെൺകുട്ടികളുണ്ട്. അവർക്ക് നീതി ലഭിക്കില്ല. ഇത്തരം ആൾക്കാർ കാരണം പീഡനം അനുഭവിക്കുന്ന പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. ഈ മാനം എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും കൂടിയുള്ളതാണ്. അതുപോലെ ഒരു അതിന്റെ സൈഡിൽ നിന്ന് കാലിന്റെ വലത്തെ തള്ളവിരല് കൊണ്ട് ഇങ്ങനെ ചിത്രം വരയ്ക്കുന്ന പെൺകുട്ടികളൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്. ഇത് മാത്രമല്ല, പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനെ വളരെ വലുതാക്കി സ്പ്രെഡ് ചെയ്യുന്ന ഒരു സമൂഹമാണ്. കാരണം വെച്ചാൽ ഒരു ന്യൂസ് ചാനൽ ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ പീഡിപ്പിക്കപ്പെട്ടു എന്നൊരു ടാഗ് ലൈൻ എഴുതി വന്നു കഴിഞ്ഞാൽ അതിന് വ്യൂവേഴ്സ് ഒരുപാട് വർദ്ധിക്കും. അതുകൊണ്ട് ഇവര് എങ്ങനെയാണോ ഇതിനെ വളച്ചൊടിച്ച് കുറച്ചും കൂടി വ്യൂവേഴ്സിനെ കൂട്ടാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഈ ന്യൂസ് ചാനലുകൾ നോക്കുള്ളൂ. ദയവ് ചെയ്ത് സ്ത്രീകളോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ പ്രണയിക്കുന്ന സമയത്ത് പ്രണയത്തെ പ്രണയമായി മാത്രം കാണുക. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെപ്പറ്റി ചിലപ്പോൾ സ്പ്രെഡായി വരില്ല. നിങ്ങളൊരു പേരോ നിങ്ങളൊരു ഫോട്ടോ പോലും പത്രത്തിലോ വാർത്തകളിലോ വരില്ല. നിങ്ങൾ ചിലപ്പോൾ ഒരു അയൽവക്കം അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു പഞ്ചായത്ത് മൊത്തം അറിയുള്ളൂ ഇതാണ് ആ പെൺകുട്ടി എന്നുള്ളത്. അതും അറിയാൻ ചാൻസ് ഇല്ല. എങ്കിലും നമ്മളൊരു ഇത് എടുക്കുമ്പോൾ ഒരു മാക്സിമം ഒരു പഞ്ചായത്ത് അറിയും. നിങ്ങൾ ആ പഞ്ചായത്ത് വിട്ടൊരു 3-4 പഞ്ചായത്ത് മാറി ഒരു വീടെടുത്ത് താമസിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മാക്സിമം ഒരു 2 മാസം ആൾക്കാർ ഓർക്കും, വേണ്ട ഒരു കൊല്ലം. അത് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ സ്ഥലത്ത്, നിങ്ങൾ ഏതോ ഒരു പെൺകുട്ടി ഏതോ ഒരു സ്ഥലത്ത് ജീവിക്കുന്നു, അങ്ങനെ പോകുന്നു. പക്ഷെ ഈ ആണിന്റെ കേസ്, പ്രത്യേകിച്ച് ഇപ്പൊ ഈ തൃക്കണ്ട കേസ് എടുക്കുകയാണെങ്കിൽ അവനൊരു ഇൻഫ്ലുവൻസറാണ്, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. അവന് കേരളത്തിൽ എവിടെ പോയാലും ഈ ഒരു ബേസിൽ അറിയപ്പെടുള്ളൂ. ഒരു ബസ്സിൽ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബസ്സിൽ പെണ്ണുങ്ങളുടെ സീറ്റിൽ ആണുങ്ങൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേക്കാൻ പറയും, ഇത് പെണ്ണുങ്ങളുടെ സീറ്റാന്ന് പറയും. പക്ഷെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, തിരക്കുള്ള സമയത്ത് ആണുങ്ങളുടെ സീറ്റിലായിരിക്കും ഓൾമോസ്റ്റ് പെണ്ണുങ്ങൾ. പക്ഷെ ആണുങ്ങളുടെ സീറ്റിൽ, അത് കഴിഞ്ഞ് ബാക്കോട്ട് വരുമ്പോൾ ആണുങ്ങളുടെ സീറ്റിൽ പെണ്ണുങ്ങൾ ഇരുന്നാൽ എത്ര ആണുങ്ങൾ പറയും ഇത് ഞങ്ങളുടെ സീറ്റാണ്, നിങ്ങൾ ഫ്രണ്ടിൽ കയറി എന്ന് പറയില്ല. എന്തായാലും ആണുങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആൾക്കാർ വരേണ്ടിയിരിക്കുന്നു. പക്ഷെ നേരെ മറിച്ച് ഈ മെൻസ് അസോസിയേഷന്റെ കുറെ പൊട്ടന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അവന്മാരെ കേസല്ലട്ടാ, പോയി ജയിലിൽ പോയി മാലിട്ട് കൊടുക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവന്മാരെ കേസല്ല. സോ ബൈ.